എല്ലാവർക്കും സിനിമ ഇൻഫോ മലയാളത്തിലെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ആഴ്ച OTT റിലീസ് ചെയ്ത സിനിമയെക്കുറിച്ചും പിന്നെ അതോടൊപ്പം തന്നെ അയാം കാതലൻ പിന്നെ ബൊഗെയിൻവില്ല എന്നീ ചിത്രങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള OTT റിലീസിൽ വരാൻ പോകുന്നുണ്ട്. അതിനെപ്പറ്റി ഈ ഒരു ഭാഗത്ത് സംസാരിക്കുന്നതായിരിക്കും. ഫസ്റ്റത്തെ OTT റിലീസ് എടുത്താൽ പോകുന്ന ഈ ഒരു ചിത്രമാണ് മദനോത്സവം. ഒരുപാട് പ്രേക്ഷകർ ഈ ഒരു ചിത്രം OTT കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഒരു ചിത്രം ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് ആയ ഒരു ചിത്രമാണ്, നല്ലൊരു ചിത്രമാണ്. ഈ ഒരു മദനോത്സവം ഈ ഒരു ചിത്രം എല്ലാവരും ഓൺലൈൻ റിലീസിനായി എല്ലാവരും വെയിറ്റിംഗ് ആയി. അങ്ങനെ ഇതാ കാത്തിരിപ്പിന് അവസാനമായി ഈ ഒരു ചിത്രം OTT വരാൻ പോകുന്നുണ്ട്. സോ ഈ ഒരു ചിത്രത്തിന്റെ ഉള്ള അവകാശങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ആമസോൺ പ്രൈം വീഡിയോ പിന്നെ അതോടൊപ്പം തന്നെ മനോരമ മാക്സ് ആണ് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ മാസം തന്നെ ഈ ഒരു ചിത്രം OTT വരുന്നതായിരിക്കും. അതായത് ഡിസംബർ 20-ന്. അടുത്തായിട്ട് പറയാണെങ്കിൽ മെനഞ്ഞാണ് ഈ ഒരു ചിത്രം OTT വന്നിട്ടുണ്ട്. പാളയം PC മലയാള ചിത്രമാണ്. സൈനാപ്ലേ വരെ നവംബർ 29-ാം തീയതി ഈ ഒരു ചിത്രം OTT വന്നിട്ടുണ്ട്. സോ അടുത്ത OTT റിലീസിനെത്തി ഈ ഒരു ചിത്രമാണ്. ഈ കഴിഞ്ഞ ദീപാവലി സ്പെഷ്യലായിട്ട് തിയേറ്ററിൽ വന്ന് നല്ല ഗംഭീര റിപ്പോർട്ട് നേടിയ ഈ ഒരു ചിത്രമാണ് ബ്ലഡി ബെഗർ. തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രം ഡ്രാമ കോമഡി കാറ്റഗറി ചിത്രമാണ്. നല്ലൊരു ഗംഭീര റിപ്പോർട്ടാണ് ഈ ഒരു ചിത്രം നേടിയത്. അങ്ങനെ ഇതാ സർപ്രൈസ് ആയിട്ട് മെനഞ്ഞാന്ന് നവംബർ 29-ാം തീയതി ആമസോൺ പ്രൈം വീഡിയോയിൽ ഈ ചിത്രം OTT വന്നിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെയാണ് ഈ ചിത്രം OTT വന്നിട്ടുള്ളത്. സോ അടുത്ത OTT റിലീസിനെത്താവുന്ന ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം നവംബർ മാസം തിയേറ്ററിലെത്തി വൻ പരാജയപ്പെട്ട ഈ ഒരു ചിത്രമാണ് അയാം കാതലൻ. നസിലിൻ പ്രധാന വേഷത്തിലെത്തിയ ഈ ഒരു ചിത്രമാണ്. ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അയാം കാതലൻ. ഈ ഒരു ചിത്രം തിയേറ്ററിൽ നിന്ന് പരാജയപ്പെട്ടെങ്കിലും എല്ലാവരും ഈ ഒരു ചിത്രം ഓൺലൈൻ റിലീസിനായി എല്ലാവരും വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇതാ ഈ ഒരു അയാം കാതലൻ ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഡിസംബർ മാസം തന്നെ ഈ ഒരു ചിത്രം OTT വരുന്നതായിരിക്കും. ഡിസംബർ 25-ാം തീയതിനുള്ളിൽ തന്നെ ഈ ഒരു ചിത്രം OTT വരുന്നതായിരിക്കും. സർപ്രൈസ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ചിത്രം മനോരമ മാക്സ് വരെ OTT വരാം. അടുത്ത OTT റിലീസ് എത്താവുന്ന ഈ ഒരു ചിത്രമാണ് ബൊഗെയിൻവില്ല. കുഞ്ചാക്കോബൻ, ഫഹദ് ഫാസിൽ എന്നീ തകർത്തഭിരിക്കുന്ന ഈ ഒരു ചിത്രമാണ് ബൊഗെയിൻവില്ല. ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബൊഗെയിൻവില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ ഒരു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വരെയാണ് OTT വരുന്നത്. അല്ല, സോണി ലീവ് വരെയാണ് ഈ ഒരു ചിത്രം OTT വരാൻ പോകുന്നത്. ഈ വരുന്ന ഡിസംബർ 13-ാം തീയതിയാണ് ഈ ഒരു ചിത്രം OTT വരാൻ പോകുന്നത്. മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യ ഭാഷയാണ് OTT വരുന്നത്. അതിപ്പോൾ 100% ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്.